ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കൈസ് ബ്ലോഗ്സ്. നമുക്കറിയാം, കഴിഞ്ഞ 3 ദിവസമായിട്ട് കേരളത്തിൽ നല്ല ശക്തമായ കാറ്റും മഴയാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ റംബൂട്ടാൻ്റെ വലിയൊരു പാർട്ട് തന്നെ നഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഒരു കാറ്റിൻ്റെ വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാം. ഭയങ്കര കാറ്റും മഴയും ഗായ്സ്. ആരും അവിടെ കിടന്ന് അണ്ണാക്ക് വെക്കുന്നുണ്ട് ഗായ്സ്. നീ ആയിരുന്നോടാ? സോ ഗായ്സ്, നെക്സ്റ്റ് ഡേ രാവിലെ വലിയൊരു സൗണ്ട് കേട്ടാണ് എണീക്കുന്നത്. അപ്പോഴാണ് ഞങ്ങൾ പുറകെ ചെന്ന് ഓടിച്ചെന്ന് നോക്കുമ്പോൾ റംബൂട്ടാൻ്റെ വലിയൊരു ചില്ല തന്നെ ഒടിഞ്ഞു വീണ് കിടക്കുന്നത്. അതായത് 3 കമ്പാണ് ഒറ്റയടിക്ക് ഒടിഞ്ഞു വീണത്. ഷീറ്റിന് മാത്രമേ അവിടെ ഡാമേജ് ഉണ്ടായുള്ളൂ. ഭാഗ്യത്തിന് വീട്ടുകാർക്കോ വീടിനോ ഒന്നും പറ്റിയില്ല. ഇരുട്ടാണ്, മഴ ആയതുകൊണ്ട് അത്ര രാവിലെ ആയിരുന്നിട്ടും വെട്ടമില്ലാത്ത കണ്ടോ ഗൈസ്. പിന്നെ വാപ്പി ഇറങ്ങി വെട്ടൊത്തിയായിട്ട്. കാരണം ഞങ്ങളുടെ പുറയിലത്തെ വീട്ടിലോട്ട് പോകാനുള്ള ഏക വഴിയിലോട്ടാണ് ഇത് വീണത്. എന്തായാലും കറണ്ട് കേബിളിനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊരു ഏഷ്യാനെറ്റ്, പണ്ടത്തെ ഏഷ്യാനെറ്റ് കേബിളായിരുന്നു. ആ ഏഷ്യാനെറ്റ് കേബിളിൻ്റെ വയറിലോട്ടാണ് പൊട്ടി വീണത്. അതിൻ്റെ ഇടയ്ക്ക് മഴ വന്നു. അപ്പോൾ പിന്നെയും പണി കുറച്ച് നിന്ന്. കണ്ടോ, കുറേ പച്ച റംബൂട്ടാൻ വേസ്റ്റായി. അതാണ് ഏറ്റവും വലിയ വിഷമം. മഴയുടെ ഇങ്ങനെ വീണ്ടും പണിയുന്നു കണ്ടോ, നമുക്ക് കാണാം. ഭയങ്കര വീണ്ടും ശക്തമായ മഴയും കാറ്റും വന്ന്. ഓക്കെ, പിന്നെ ഫൈനലി ഇത്രയുമായി പണിയൊക്കെ. കണ്ടോ, പുറകിലത്തെ വീട്ടിലോട്ടുള്ള വഴിയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു വലിയൊരു തണലും കൂടായിരുന്നു അത്, ഈ മരം എന്ന് പറയുമ്പോൾ. പക്ഷേ പോട്ടെ, എന്തായാലും ആർക്കും ഒന്നും അപകടം ഉണ്ടായില്ല. കാരണം ഞങ്ങളുടെ വാപ്പി അവിടെ കുറച്ച് മുന്നേ വരെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, ഈ മരം ഒടിയുന്നിടം വരെ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് വാപ്പി നീങ്ങിയപ്പോഴത്തേക്കാണ് ഇത് ഒടിഞ്ഞു വീണ്. കണ്ടോ, പഴുത്ത റംബൂട്ടാൻ കളക്ട് ചെയ്ത് പൊന്നൂസ് പോകുന്നതാ. എന്നിട്ട് വാപ്പിക്കായിരുന്നു ഫുള്ള് പണി. രാവിലെ ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്തായിരുന്നു. പിന്നെ എനിക്ക് നല്ല ഉറക്കം വന്നായിരുന്നു, കാരണം തലേന്ന് കരണ്ടില്ലായിരുന്നു. അപ്പോൾ നല്ല ഉറക്കം വന്നിട്ട് ഞാൻ വീണ്ടും പോയി കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ്. ഇതാണ് ഞങ്ങളുടെ കൊച്ചു സുക്കേനമാർ. ഉസ്മാൻ്റെ ഒരു ഹായ് പറഞ്ഞേ. മൂത്ത സുക്കേന ഒരു ഹായ് പറഞ്ഞേ.